അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും പതിവ് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ഒരുപാട് പേര് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിത്യവും വീഡിയോ ഇടാനാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ പൊന്നേ, അതൊന്നും നടക്കത്തില്ല. കാരണം ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഞാനിങ്ങനെ എടുത്ത് പിന്നെ അപ്ലോഡ് ചെയ്യുന്നു. അത് ഈ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ജോലി തിരക്കുകളും യാത്രകളും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എൻ്റെ ഓരോ വീഡിയോയിലും നമ്മൾ കുഞ്ഞു മക്കൾക്ക് ഫുഡ് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ചില ട്രിക്കുകളുണ്ട്, ചില സന്ദേശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പപ്പാട മൂത്ത സഹോദരിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ മക്കളും ഞങ്ങൾ എല്ലാവരുമായിട്ടുള്ള ഒരു ദിവസത്തെ കുറേ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള ഈ ഫുഡ് കഴിക്കാൻ മടിയുള്ള മക്കളുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എങ്ങനെ അവർക്ക് വയറ് നിറച്ച് ഫുഡ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരുപാട് ട്രിക്കുകൾ ഒരുപാട് ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, രസകരമാണ്. എണ്ണും ആരാ ഫസ്റ്റ് അടിക്കുന്നതെന്ന് അറിയാം. പല്ലി അവിടെ ഇരുന്നോട്ടാ. പച്ചക്കുതിര അതിനെ ഇപ്പം പിടിക്കുക പല്ലി. സിയ എടുത്ത് ഇതെൻ്റെ എടുക്ക്. 1 2 3 പതുക്കെ പിടിച്ചാൽ മതി, സമാധാനമായിട്ട്. 4 5 ആച്ചിയും കേൾക്കുന്നുണ്ടല്ലോ. 6 പതുക്കെ പിടിച്ചാൽ മതി. 7 8 പതുക്കെ 1 2 3 4 5 മതിയെങ്കിൽ മതി. ഓക്കെ, മെടുക്കൻ. ചിക്കൻ കറിയും നമ്മുടെ ചിരട്ടപ്പുട്ടുണ്ടല്ലോ അത്. എല്ലാവരും ഓരോരുത്തരെ ഉമ്മ വിളിക്കും. അന്നേരം ഇങ്ങോട്ട് വന്നിട്ട് ഇത് അധികം എരിവ് ഒന്നും വെക്കത്തില്ല ഉമ്മി. നമ്മുടെ ആച്ചിപ്പൊന്നാണ്. അല്ലാതെ ഇവരെ തള്ളമാർ കൊടുത്താൽ അങ്ങനെ കഴിക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ കൊടുത്തോട്ടെ, തിന്നോട്ടെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പിള്ളേർക്ക് ഇങ്ങനെ ഫുഡ് വാരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഇളയത്തുങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഇളയ പിള്ളേർക്ക് ഞാൻ ഇതുപോലെ കൊണ്ട് നടന്ന് ഫുഡ് കൊടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വാ, ഓടി വാ സിയ, വാ. ഇനി അടുത്ത സിയയാ. ഓടി വാ. വഴക്കിടല്ലേ മക്കളെ. എങ്ങനെയുണ്ട്? ആദ്യം വേണ്ടാന്ന് പറഞ്ഞ ആളെ പുട്ടും പിന്നെ ചിക്കൻ കറിയും കൂടെ എങ്ങനെയുണ്ട്? സത്യം പറ. അടിപൊളിയാ. ഈ എരിവ് പറ്റത്തില്ല ഇവർക്ക്. ഞാൻ പിന്നെ അതിന് പീസൊക്കെ ഇട്ട് പെരട്ടി ആക്കി കൊടുക്കും കേട്ടോ. കഴിക്കുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞ ആർക്കും പുട്ട് വേണ്ടാന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞ് കഴിച്ചു നോക്ക്, പിന്നല്ലേ ബാക്കി കാര്യം. നിറച്ച് തേങ്ങ ഇട്ട് ഞാനങ്ങ് പൊടിച്ച്. ഓടി വാ എൻ്റെ പൊന്നുമോൻ ഇങ്ങോട്ട് വാ. ആച്ചി പൊന്നെ, ഓരോരുത്തരാട് വഴക്കുണ്ടാക്കല്ലേ കണ്ണാ. വാങ്ങിട്ടുണ്ടോ? ചെള്ള കംപ്ലീറ്റും കൊതുക് തിന്ന് വെച്ചിരിക്കുന്നു. കൊതുക് അടികൂടല. 2 ഊഞ്ഞാലും കൊണ്ട് അടികൂടല. അതിന് ഈ 2 പേരെ ഇരുത്തി. ഓടി വാ. ഇനി ആരാ ഫസ്റ്റ്? വായന എണീറ്റോട്. സനു എണീര്. വാ. സനുക്കുട്ടൻ വാടാ. ചക്കര മുത്തു വാടാ. നമ്മുടെ പൊന്നിന് തരട്ടെ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പുട്ടും ഈ ചിക്കനുമായിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? പുട്ട് കണ്ടപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതല്ലേ. ഇങ്ങനെല്ലാം തിന്നണം നമ്മൾ. പുട്ട് ചുമ്മാ നിങ്ങൾ ഈ എന്തോന്ന് ഫുഡുകൾ മാത്രം കഴിച്ചാൽ പറ്റത്തില്ല കേട്ടോ. നിറച്ച് തേങ്ങ ഇട്ട് പെരട്ടിയാ ചെയ്തത്. അവനെ കൂടി ഇരുത്തു മോനെ, കഷ്ടമല്ലേടാ. നമ്മുടെ ചിക്കൻ എല്ലാം ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതേ കാലുകളെല്ലാം അങ്ങ് പൊരിക്കാം. 2 4 6 8 അപ്പോൾ 4 കോഴി. ഈ കാലെല്ലാം നമുക്കങ്ങ് പൊരിക്കാം. ഇവർക്ക് പിള്ളേർക്കും കൊടുക്കാം. എൻ്റെ കുഞ്ഞുങ്ങൾ ശാലു, റുക്കു, സുലു, എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. എൻ്റെ കുഞ്ഞു മക്കൾക്കും കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കാലെല്ലാം കൂടി അങ്ങ് പൊരിക്കാൻ പോവാണ് കേട്ടോ.
ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ. നമ്മൾ എത്ര കഴുകിയാലും ഈ തടിയിൽ വെച്ചല്ലേ ഇവർ വെട്ടുന്നത്, എന്നാലും അതിൻ്റെ അകത്ത് പൊടി കാണും. നല്ല വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആച്ചി, പണ്ട് ഞങ്ങളുടെ ഉമ്മ മീൻ പിന്നെ മുറിച്ചിടുന്ന ഇങ്ങനെയാണേ. നൗഷാദ്, സജി, നിസാർ, ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് പാവം മുറിക്കും കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞതുപോലെതാ കണ്ട. അപ്പോൾ ഇന്നലെയും നമുക്ക് ചിക്കനായിരുന്നു. ചിക്കൻ കറി ബാലൻസ് വന്നത് ചൂടാക്കി വെച്ചിരുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. പുട്ടിന് അത് തന്നെയാണ് എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ മക്കളെല്ലാം നാട്ടിൽ നിൽക്കുമ്പോഴും ഇവർ സുലുവും ശാലുവും റുക്കും ഒക്കെ കൊച്ചുങ്ങളായിരിക്കുമ്പോഴും ഇത് തന്നെ മതി, എന്ത് ചെയ്യാനാ. അപ്പോൾ അതാ നമ്മുടെ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ ഉമ്മക്കുട്ടി വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സകല സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുപ്പിലേക്ക് വയ്ക്കാം. അതാ നമ്മൾ കാല് കംപ്ലീറ്റ് പൊരിക്കാനെടുത്ത് ആച്ചിക്കും കുഞ്ഞപ്പനും സുലു, റുക്കു, ശാലു, സനു, സിയ അവർ സംഘത്തിനെല്ലാം കാല് കംപ്ലീറ്റ് നമ്മൾ പപ്പ അവർക്ക് അത്രയും പേർക്ക്, എനിക്കും ഉമ്മയ്ക്കും ഒക്കെ കൂടെ ഞങ്ങൾ അല്ലാത്ത കഷ്ണങ്ങൾ കുറച്ചെടുത്ത്. ഇപ്പോൾ എല്ലാം കൂടെ കാലല്ലല്ലോ, ഒരു കോഴിക്ക് 2 കാലിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. കുറച്ച് കൂടുതൽ പൊരിക്കാനിഞ്ഞ് എടുത്ത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതാ കറി വെക്കാനുള്ളത് സെപ്പറേറ്റ് ഒന്ന് മാറ്റി, അത് അവൾ അടുപ്പിലാണെന്ന് വെക്കുന്ന ഉരുളിക്കകത്ത് വെക്കുക. അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് വെച്ച് എടുക്കാം. ആദ്യം തന്നെ നമ്മുടെ മസാല പുരട്ടാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇനി ബാക്കി സംഭവങ്ങളെല്ലാം നമ്മുടെ ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് റെഡിയാക്കാൻ പോകും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ചിക്കൻ മാഗി ക്യൂബും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ പൊരിക്കുന്നതിന്. പൊരിച്ച കോഴി, നമ്മുടെ ട്രിവാൻഡ്രം ചിക്കനിലെ പൊരിച്ച കോഴിയുടെ റെസിപ്പി അത് പിന്നീട് ഞാൻ ഇടുന്നതാണ്. ഇപ്പം സമയമില്ല, നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് മസാലയൊക്കെ പൊടിച്ചെടുക്കാനൊക്കെ വേണ്ടി ഇപ്പം നേരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. കണ്ട് ഇളരി ഇടയിൽ കയ്യുമൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ടോ കാര്യസ്ഥ? വരയാം കരുനാഗപ്പള്ളി പോയിട്ടേ വരത്തുള്ളൂ. അത് വൈകിട്ട് വേറെ പോവും, ഇവിടെ വന്നിട്ടേ പിന്നെ പുറത്തുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ചിക്കനെല്ലാം മസാലയൊക്കെ പുരട്ടി തൈരും ഒക്കെ ഒഴിച്ച് കപ്സ മസാല, നമ്മുടെ ചിക്കൻ മസാല, അതുപോലെ തന്നെ പിന്നെ എല്ലാ മസാലകളും, പെരുംജീരകം, കുരുമുളക്, ഇച്ചിരി നമ്മുടെ ഒരു മാഗി ക്യൂബ് ഇട്ടു, പിന്നെ കോൺഫ്ലോർ ഇത്രയിട്ട് നല്ലതായിട്ട് പുരട്ടി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ വറുക്കാനുള്ളു. ഇവിടെ വറുത്തതിനാണ് ഇവിടെ അടി. എത്ര എടുത്താലും വറുത്തത്, ചിക്കൻ വറുത്തത് അതിനോടാണ് പിള്ളേർക്കായാലും കമ്പം. അപ്പോൾ അതാ നമ്മൾ കാല് കംപ്ലീറ്റ് കുഞ്ഞെടുത്തു കണ്ടോ. ഓക്കെ, ഇനി നമുക്കിത് മസാല പിടിക്കട്ടെ, നന്നായിട്ട് പിടിക്കട്ടെ. നമ്മുടെ ചിക്കൻ കറി പിന്നെ നമ്മൾ വിറകടുപ്പിൽ വെക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മസാലയെല്ലാം ഒന്ന് വറുക്കുവാണേ. ആവശ്യത്തിന് നമ്മൾ 4 കോഴി, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് നമ്മൾ പൊരിക്കാനിഞ്ഞ് എടുത്ത് കണ്ട. അപ്പോൾ ബാക്കി കുറേ ഉണ്ട്, അത് എത്രയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ കുറച്ചൊന്ന് വറുക്കുകയാണേ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കുക. വേണമെങ്കിൽ വേണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കപ്സ മസാല, കപ്സ അറബി സ്പൈസസ് ഏതും ചേർക്കാം. ഞാൻ 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മളിവിടെ പൊടിച്ച ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് അങ്ങോട്ട് വറുക്കാൻ പോകണം. നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് അങ്ങ് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് മസാല എല്ലാം നമ്മുടെ സവാളയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം വാടി വരുമ്പോൾ ഇതും കൂടെ അങ്ങ് തട്ടി, സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ആരെങ്കിലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കപ്സ മസാലയൊക്കെ ഒന്ന് ചേർത്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം. അല്ല, ഞാൻ ബാക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ 55 കൊടുക്കാം. പറഞ്ഞു ഇക്ക ഉറങ്ങും. അതാ അത് ശരി. നമ്മളിതാ അതൊന്ന് നല്ലതുപോലെ ഒന്ന്
മൂപ്പിച്ച് പച്ച ചൊവ മാറി ഒന്ന് എടുക്കുക. നമ്മളിങ്ങനെ ബീഫിനായാലും ചിക്കനായാലും ഇങ്ങനെ സെപ്പറേറ്റ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലകളെല്ലാം നമ്മളൊന്ന് വറുത്ത് ചേർക്കുകയാണെങ്കിലുണ്ട് നല്ല ഒരു മണവും ടേസ്റ്റാണ്. സാധാരണ നമ്മൾ വെക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തതയാണ് കേട്ടോ. എല്ലാം മിക്കവേരും ചെയ്യുന്നതാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും അറിയണമെന്നില്ലല്ലോ. എല്ലാവരും നേരത്തെ പഠിച്ചുകൊണ്ടല്ലല്ലോ വരുന്നത്. മിക്കതും നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ അല്ലേ പഠിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്യാത്തവർ കബ്സ മസാലയും ഒക്കെ ഒന്ന് ചേർത്തിട്ട് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. അതെ, കൗണ്ടർ അടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ. തക്കാളി അരിയുന്നെങ്കിലും കൗണ്ടർ അടിക്കുക. അതെ, നമ്മുടെ അടുപ്പിൽ വെച്ചിരിക്കുകയാണേ. ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പാട പെങ്ങളുടെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. എല്ലാ ബന്ധുക്കളുടെയും വീടുകളൊന്ന് കയറി ഇറങ്ങും. അതെല്ലാ പ്രാവശ്യം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾ ആരൊക്കെയാണെന്ന് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ല ചിലർക്ക്. എൻ്റെ ഭർത്താവിന് ഞാൻ അവരുടെ ബന്ധുക്കളെ പോലും ഞാൻ പറഞ്ഞു കൊടുക്കണം. കാരണം 10-35 വർഷക്കാലം നാട്ടിലില്ലാഞ്ഞതുകൊണ്ടും അധികം വന്നാൽ തന്നെ അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അധികമായിട്ട് ഞാൻ പിടിച്ചുകൊണ്ട് പോകും ഓരോ സ്ഥലങ്ങളിൽ. സത്യം പറഞ്ഞാൽ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ വരരുത്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4-5 തലമുറയിൽപ്പെട്ട ആൾക്കാരുമായിട്ടാണ് എൻ്റെ ഉമ്മാടെ ആങ്ങളമാരും മക്കളും ഒക്കെ ആയിട്ട് ഇന്നും ഞങ്ങൾ നല്ല അടുപ്പത്തിലും സ്നേഹത്തിലുമാണ്. അപ്പോൾ എൻ്റെ ഉമ്മാടെ സ്വന്തം സഹോദരന്മാരെ പോലെ തന്നെയാണ് അവരുമായിട്ടുള്ള അടുപ്പം. അപ്പോൾ ആ ഒരു ഇത് വളർന്ന് തന്നെ അങ്ങനെ തന്നെ വരണം മക്കൾ. അങ്ങനെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാൻ, പപ്പാടെ ആളുകളെ, ഉമ്മയുടെ ആളുകളെ, പിന്നെ അക്കൂട്ടത്തിൽ നമുക്കിപ്പോൾ എല്ലാവരെയും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വ്യക്തിപരമായി നമുക്ക് ചില പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അത് 2 കൂട്ടരിലും ഉണ്ടല്ലോ. നമ്മുടെ ഭർത്താവിൻ്റെ ആളുകളിലായാലും എൻ്റെ ആളുകളിലായാലും എല്ലാ ലോക സഹജമാണ്. അത് അങ്ങനെ ഒരു കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടുമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളത് ഒഴിവാക്കുക. എന്നാലും ഞാൻ എൻ്റെ മക്കളോട് പറയും, നിങ്ങൾക്ക് പോകണോ നിങ്ങൾ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. നമ്മളാരോടും ശത്രുത കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റാത്ത വാക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കും. അത് ഇനി ആരാന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. പിന്നെ മക്കളെ ഞാൻ വിലക്കത്തില്ല. അവരോട് പറയും, നിങ്ങൾ ആരെ വേണേലും നിങ്ങൾ പോയി കണ്ടോ, നമുക്ക് യാതൊരു വിഷയവുമില്ല. നിങ്ങളത് ശത്രുതയോ ഒന്നും വെച്ച് പുലർത്തണ്ടെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവരങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനും അതിലേക്ക് തട്ടി ഒന്ന് വഴറ്റി മറിച്ച് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലകളില്ലേ അതെല്ലാം കൂടെ മുളകും എല്ലാ സംഭവങ്ങളും വറുത്ത് വെച്ചിരിക്കുകയല്ലേ. മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ തട്ടത്തില്ല. ആവശ്യത്തിന് തട്ടി ആവശ്യത്തിന് ഉള്ളതിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കിടാം. കുറച്ച് ഞാനിങ്ങ് മാറ്റി വെക്കുകയാണ്. നമ്മളെപ്പോൾ എടുത്താലും അങ്ങനെ തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചങ്ങിടരുത്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ വേണമെങ്കിൽ ഇടുക. അതുപോലെ തന്നെ തികഞ്ഞില്ല എങ്കിൽ നമ്മൾ കുറച്ച് ഒരു പാത്രത്തിലോട്ട് ഒരു ഫ്രൈ പാൻ്റെ അകത്തേക്ക് കുറച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് എണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഇതിൽ തട്ടുക. അല്ല പച്ചയ്ക്ക് കൊണ്ടുവന്നിടരുത്. നമ്മുടെ ഉമ്മക്കുട്ടി അപ്പുറത്ത് പരിപ്പ് കറിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇന്നിനി പച്ചക്കറികളൊന്നും ചിലവാകത്തില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ തോരനും അവിയലും ഇല്ലയോ ഉമ്മേ, നമ്മൾ തോരനും അവിയലും മെഴുക്കുവരട്ടിയും ഒന്നും ഉണ്ടാക്കുന്നില്ല. പരിപ്പ് കറി, ചിക്കൻ കറി, പപ്പടം, അച്ചാർ. ഇനി ഞങ്ങൾക്ക് ഇതാണ്. നമ്മുടെ വെളിയിലത്തെ ഈ അടുക്കള ഉണരണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണം. ഇല്ലാതെ ഉണർച്ചയൊന്നുമില്ല. ഞങ്ങളകത്തിട്ട് തന്നെ ചോറ് വെക്കും. നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മസാല കൂടി ചേർക്കാം. ഇതാ നമ്മുടെ മസാല ഇരിപ്പുണ്ട് ഇവിടെ, പേടിക്കണ്ട. സുലുവൊക്കെ ചാറിൻ്റെ ആളുകളാണ്, അവർക്കൊക്കെ ചാറ് ഒത്തിരി വേണം. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
ആടിനെ മേടിച്ച് നിർത്തിയിരിക്കുന്ന അറുക്കാനാണ് കേട്ടോ. അത് പിള്ളേരൊന്ന് സൗകര്യമായിട്ട് നിൽക്കാതെ അതിനെ ഒന്ന് അറുക്കാനും എടുക്കാനും പറ്റത്തില്ലല്ലോ. അവരുടെ യാത്രകൾ എല്ലാവരെയും ഒന്ന് പോയി കണ്ട് കേട്ട് വന്നാൽ ആ ജോലി അങ്ങ് തീരും. പിന്നെ യാത്ര കിടക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് അറുക്കാനാണ്. കണ്ട, അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് മസാല ധാരാളം കണ്ടോ. നമ്മൾ എല്ലാം കൂട്ടി വെച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ചും കൂടെ കൊടുക്കാം. അടച്ചു വെച്ച് അവിടെ ഇരുന്നത് ശരിക്ക് വേവട്ടെ. നന്നായിട്ട് എണ്ണ ചൂടായില്ലേ. നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്തതാ ചിക്കൻ വറുക്കുകയാണ്. കണ്ട, നമ്മളിത് ചിക്കനെല്ലാം പുരട്ടി വെച്ചത് കുറേശ്ശെ ഇതിലോട്ട് പെറുക്കി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വലിയ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവർ വരുമ്പോഴാണ് ഇതിനൊക്കെ ഉപയോഗം. അതുകൊണ്ടാണ് നമ്മളിതൊന്നും എടുക്കാതെ വെച്ചേക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടം പോലെ അല്ലാതെ കിടക്കുന്നത്. അതുകൊണ്ടാണ്. കണ്ടോ, അപ്പോൾ ഞങ്ങൾ കുറേശ്ശെ ഇതിലോട്ട് പെറുക്കി ഇട്ട് കൊടുത്ത് വറുക്കുകയാണ്. നല്ല ആട്ടിയ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്കകത്ത് മുരിഞ്ഞ് വരുമ്പം അതാ ഇത് മാവേലിക്കര പോയി മേടിച്ചാടാ. ഗ്രാമീണ ചക്കിലാട്ടിയ എണ്ണയെന്നും പറഞ്ഞിട്ട് തപ്പിപ്പിടിച്ചു പോയി. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയോ എന്ത് തിരക്കി നടന്നറിഞ്ഞു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളിതാ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ വിറകടുപ്പിൽ എടുത്ത നമ്മുടെ ചിക്കൻ കറി കണ്ട, അടിപൊളി. നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി മണി ആയിട്ടുണ്ട്. കണ്ട, ചിക്കൻ വറുക്കുകയും ചെയ്ത് നമ്മുടെ പരിപ്പ് കറിയും വെച്ചു. നമ്മുടെ ചിക്കൻ വറുത്ത് ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കാലില്ലേ, അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കാം. പിള്ളേര് സംഘം അപ്പുറത്ത് അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി അതും കൂടി ഒന്ന് പൊരിച്ച് പപ്പടവും പൊരിക്കാം. അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ നമ്മൾ എങ്ങനെ നമ്മുടെ കപ്സ മസാലയും സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ചെയ്തിട്ടില്ലാത്തവരിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി. അപ്പം ഇത്തരം വലിയ പാത്രങ്ങളൊക്കെ ഇതിനൊക്കെ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇത്രയും പേരുള്ളപ്പം എനിക്കൊരു കുഞ്ഞു പാത്രം എടുത്തിട്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? അതിനാണ് ഞാൻ ഈ വാങ്ങിച്ച് പെറുക്കിയൊക്കെ. കാരണം ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രങ്ങൾ കാണിക്കുമ്പോൾ എന്തിനോ ഒരു വീട്ടിലേക്ക് ഇത്രയും പാത്രങ്ങളെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളല്ല. ഇപ്പം ഇന്ന് വൈകുന്നേരം പലരും എൻ്റെ ബന്ധുക്കളിൽ തന്നെ മക്കൾ വന്നതുകൊണ്ട് പലരും ഇവിടെ വരും. അപ്പം ഞങ്ങൾ ഒരിച്ചിരി സാധനം ഉണ്ടാക്കി എടുക്കുന്നവരല്ല, ഇച്ചിരി നല്ല രീതിയിലുണ്ടാക്കി എല്ലാവരും വരുന്നവർക്കെല്ലാം കൊടുത്ത് നന്നായിട്ട് ഫുഡ് കഴിച്ച് പിരിയുന്നവരാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കാല് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് അതുകൂടി ഒന്ന് പൊരിച്ച് എടുക്കാം. ഓക്കെ. എൻ്റെ വീട്ടിലെ കൊച്ചു കുഞ്ഞാടുന്ന കണ്ടോ, ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞ്. പപ്പാക്ക് പിള്ളേരെ ആട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറ് കെട്ടിയിട്ടിരിക്കുവോ? ഒന്നുമില്ല, കൂര ഇടിഞ്ഞ് വീഴുവാതിരിക്കുവായി. അവളിനി എത്ര വളർന്നാലും നമ്മക്ക് അവള് കുഞ്ഞു തന്നെ. വേണ്ട, വാപ്പാപ്പ ഇരുന്ന് ആട്ടുവാ. വേണ്ട, ഇവിടെ ഈ കയറ് ഇവിടെ ഇങ്ങനെ കൊളുത്തി കണ്ടോ. വാപ്പാപ്പ ഇരിക്കുന്നിടത്ത് കൊച്ചുമക്കളെ എറണാകുളത്തുനിന്ന് ഇത് കണ്ടപ്പോൾ ആവശ്യപ്പെട്ടു പിള്ളേര്, അതിന് മേടിച്ചതാണ് കേട്ടോ. നമ്മൾ എല്ലാ ഇതും, അതായത് ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എല്ലാം നമ്മുടെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ വളർന്നൊരു സാഹചര്യം. ചുറ്റും ഹിന്ദുസും ക്രിസ്ത്യൻസും ഞങ്ങളുടെ ഈ ഒരൊറ്റ വീട് കുടുംബം മാത്രമേ ഉള്ളൂ. 100 വർഷങ്ങൾ കൊണ്ടുള്ള താമസക്കാരാണ് ഞങ്ങൾ ഇവിടുത്തെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തിലും എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഒന്നിച്ച് ഇന്നും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അത് പിന്നെ ഇഷ്ടപ്പെടാത്തവരൊക്കെ കാണുമായിരിക്കാം, പക്ഷെ ഞങ്ങളിങ്ങനെയാണ്.
ആ മരിക്കുന്നവരെ അങ്ങനെ തന്നെ ആയിരിക്കും. അടി കൂടരുത്. ഓരോരുത്തർ അടിയേച്ച് ഒരാളെ കൂടെ ഇരുത്തണം. മോന് ആച്ചിക്കുട്ടൻ കുഞ്ഞപ്പനെ കൂടെ ഇരുത്ത്. പാവം എൻ്റെ കുഞ്ഞപ്പൻ വന്നിരിക്കുന്ന കണ്ടോ, കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കില്ലാടിയായിട്ട് വന്നിരിക്കുക. ചെല്ല്. ഓ ആ പോട്ടെ സാരമില്ല. മോനൊന്ന് കയറ്റിയിരുത്ത്, അവനെ കൂടെ ഇരുത്തി. മോൻ്റെ കുഞ്ഞു വാവയല്ലേ, മോൻ്റെ അനിയൻ വാവയല്ലേ, ആ അവനെയും കൂടെ കേട്ടോ പൊന്നെ, അവനെ കരയിക്കാതെ അവനെയും കൂടി ഇരുത്തണം. നമ്മളെപ്പോഴും സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും വേണം കേട്ടോ. ഒരു മിഠായി കിട്ടിയാലും അതെല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കണം. അപ്പം ഏത് മിഠായി ആയാലും, ഇപ്പോൾ ഒരു കുഞ്ഞു മിഠായിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് വെച്ചോ, നമ്മളത് കട്ട് ചെയ്ത് പല്ല് വെച്ച് കടിച്ചിട്ട് അയാൾ ഇച്ചിരി കൊടുത്ത് നൂർന്നിരിക്കും പൊന്നു. ഒട്ടകത്തിനിട അയ്യോ മോനെ കൈമുട്ടൂന്നല്ലേടാ, കുഞ്ഞുവാവയല്ലേടാ. ഒട്ടകത്തിനിടം കൊടുത്തതുപോലെ കുഞ്ഞപ്പനെ അങ്ങോട്ട് ഇരുത്തിയപ്പോ മറ്റവനെ തള്ളി വെളിയിൽ ഇറക്കുന്നു. എങ്ങനുണ്ട്? ഇവിടെ ഉണ്ട് രണ്ടുപേരും, എല്ലാവരും ഉണ്ട് ഇവിടെ. കുളിയും കഴിഞ്ഞ് സിമ്പിള കുട്ടപ്പന്മാരായിട്ടിരിക്കുക. വെളിയിൽ നിന്ന് കുളിക്കാൻ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനപ്പോൾ എല്ലാവരെയും വെളിയിൽ നിർത്തി നല്ലതുപോലെ തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. ഊഞ്ഞാല് 2 ഊഞ്ഞാലും ഉണ്ട്, 4 പേരും ഉണ്ട്. അടി. ഞാൻ സനുവിൻ്റെ അടുക്ക പറഞ്ഞ് മോനെ മക്കൾ ഇരുന്നിച്ചിട്ട് നേരെ TV കണ്ടോന്ന്. ഉടൻ ഓടി വന്ന് ആച്ചി. ഭയങ്കര വഴക്കാളി എന്ന് പറഞ്ഞാൽ വഴക്കാളിയുടെ ഉസ്താദായിരിക്കുന്ന അവന് ആ കണ്ണാടി വാല. ചിക്കൻ കറി ഒരല്പം ഒന്ന് രുചിച്ച് നോക്കിയപ്പോൾ നമ്മുടെ സുലുക്കുട്ടന് കപ്പ കഴിക്കാനൊരു മോഹം. നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്ന കപ്പ കംപ്ലീറ്റും തീർന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉമ്മക്കുട്ടി തൊട്ടപ്പുറത്തൊരു കട ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വേവിച്ച് ദണ്ട അരപ്പൊക്കെ ചേർത്ത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഉണ്ടെങ്കിൽ നമുക്ക് കപ്പ കുഴച്ചതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അതും പ്രത്യേകിച്ച് അറിയാമല്ലോ, ഇവിടെ കപ്പയില്ലാത്തൊരു ജീവിതമില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കപ്പ വെട്ടിയപ്പോൾ പകുതിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിഴങ്ങൊക്കെ എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ കഴിക്കാൻ സമയമൊക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ പതുക്കെ നമ്മുടെ ചിക്കൻ കാലൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. നല്ല കൊഴുത്തുരുണ്ട കാലല്ലേ, വല്ലതും കഴിച്ചു കിടന്ന കോഴിയാ, പട്ടിണി കിടന്ന കോഴിയല്ല. അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ ചിക്കൻ കാലും കൂടെ പൊരിച്ചെടുക്കുക. പിന്നെ ആരെങ്കിലും ഒരാൾ ചോറ് വാരി കൊടുക്കാതെ ഇവർ കഴിക്കത്തില്ല. അപ്പം ഇന്നത്തെ ടേൺ നമ്മുടെ റുക്കമ്മയ്ക്കാണ്. ഞാൻ കുളിക്കാൻ കയറിയിരിക്കുമായിരുന്നു, അവൾ ആ സമയത്തിന് എടുത്തങ്ങ് കൊടുക്കുക. അല്ലാതെ ഒരല്പം പോലെ വേണ്ടടി, എൻ്റെ കുഞ്ചൂസിനും കൂടെ കൊടുക്കടി, എൻ്റെ പൊന്നാരയ്ക്ക്, എൻ്റെ തങ്കൂന്. ആ എൻ്റെ മോനും മെടുക്കനാ. ആച്ചിപ്പന്ന ചിക്കൻ പൊരിച്ച കൊള്ളുവോ? കൊള്ളാവോടാ? ഹലോ, നമ്മളിപ്പോൾ കുലിസപ്പയുടെ അവിടെ പോവാ. പാനൂര് പപ്പാടെ പെങ്ങളില്ലേ, നിന്റെ പപ്പാച്ചിയും നിന്റെ മമ്മായും ഇല്ലേ, അതുപോലെ പപ്പാടെ പെങ്ങളുണ്ട്. ഒരാൾ വർക്കലയുണ്ട്, ഒരാൾ പാനൂരുണ്ട്. പിന്നെ പാപ്പാക്ക് ചേട്ടനനിയന്മാരുണ്ട്. അതിലൊരാൾ മരിച്ചുപോയി. പിന്നെ ഒരാൾ മരിച്ചുപോയി, സുലൈമാൻ എന്ന് പറയും, പുള്ളി മരിച്ചുപോയി. ബാക്കിയുള്ളവരൊക്കെ ഒരാൾ വർക്കലയിൽ, ഒരാൾ വള്ളിപ്പാട്, ഒരാൾ പിന്നെ പാനൂര് ഒക്കെയാണ്. അപ്പം ഒക്കെ പോവാം. ആ പപ്പാപ്പക്കും ചേട്ടനിയന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ദൂരെ ആയതുകൊണ്ടല്ലേ എപ്പോഴും നമ്മൾ എടുക്കുകയും ചെയ്യാത്തത്. പെങ്ങടെ വീട്ടിൽ പോവാ. പപ്പാടെ വണ്ടിക്കകത്ത് എല്ലാവരും കയറിയിരിക്കുക കണ്ടോ. ആച്ചിപ്പന്ന ചക്കരെ എവിടെ പോവാടി? എൻ്റെ പൊന്നിൻ്റെ മുടി ചീരി വെച്ചിട്ട് എവിടെ പാനു പോവാണോ? ഈ പെങ്ങളെന്ന് കേട്ടോ, പെങ്ങളെന്ന്. പാല് ചൂടാ, തരാം. വരട്ടെ, അവരേതാണ്ട് സാധനം തപ്പുവാ. അത് ഇതിട് മതി. ഓ കേറ്. പാല് ചൂടാ, എൻ്റെ പൊന്നുമോൻ ഉമ്മി കലക്കി വെച്ചതാ. ഇച്ചിരി കഴിഞ്ഞിട്ട് കുടിക്കാം. അപ്പം ഇപ്പം വിശപ്പില്ലല്ലോ.
ഇപ്പം എടുത്ത് തരണോടി. ഇത് ചൂടല്ലേ? ഉമ്മി കലക്കി. എന്തുവന്നെ ഉമ്മി കലക്കിയതാടാ. ഉമ്മി കലക്കി തരുമോ? എവിടെ പോയാലും ഞാനൊരു കുപ്പി പാല് സെപ്പറേറ്റ് എടുക്കും. വാപ്പപ്പാടെ കൊണ്ട് കൊടുക്കട്ടെ എന്ന്. കഷ്ടം. വാപ്പപ്പോ കയറ്. വാപ്പപ്പാടുക്ക. വാപ്പപ്പ തുറന്നു കൊടുക്കാന്. മോന് വണ്ടി അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഗേറ്റ് അങ്ങ് അടയ്ക്കാവോ? ഓ ഇത് ഡിക്കി തുറന്നിട്ട് പോയി. പപ്പ ഡിക്കി ഒന്ന് തുറന്നു കൊടുക്കോ കുഞ്ഞെ? കുഞ്ഞെ ഡിക്കി ഒന്ന് തുറക്ക്. ഡിക്കി ഡിക്കി. ആ ഉണ്ട്, ഞങ്ങൾ ഇവിടെ നിപ്പുണ്ട്. ഞാനുണ്ട് മമ്മാന്ന് കേട്ടോ. ശാലമ്മോ മോനെ കഥവും കൂടെ അങ്ങ് പൂട്ട്. ഇല്ല, ഡൈനിങ് റൂമിൽ ലൈറ്റ് ഓഫ് ആക്ക്. അല്ല എൻ്റെ അടുക്ക പറയാം മക്കൾ, ആ ഡൈനിങ് റൂമിൽ ലൈറ്റാണ് ചേച്ചി. വാ. ആ വണ്ടിയിൽ ആരൊക്കെയാ കയറുന്നത്? നിങ്ങൾ രണ്ടുപേരും പോയി കയറ്. ഞാൻ പപ്പാടോടെ ഇതിൻ്റെ അകത്ത് വന്നേക്കാം. ഞാൻ കഥവ് കൂട്ടിയിട്ട് വന്നോളാം, നിങ്ങൾ പൊക്കോ. അവനെ ഇനി വാ. അവർ പെണ്ണുങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കയറി. ഞാനും പപ്പായും മക്കളും കൂടെ ഇതിൻ്റെ അകത്ത്. ഞാൻ കഥവ് പൂട്ടി വെച്ച് വരട്ടെ, അവിടെ നിൽക്ക്. എൻ്റെ സനുപ്പോ ഇവിടെ പൊന്നെ ഇത് കൊണ്ട് കാണാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞിനെ. ഞങ്ങൾ എൻ്റെ സനുക്കുട്ടന്, എൻ്റെ സിയാപ്പു, ഉമ്മയുടെ പൊന്ന്, ആച്ചി അതിൽ കയറി. അവൻ്റെ പപ്പാടേയും മമ്മാടേയും കൂടെ കയറി. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും അല്ലേ. എൻ്റെ സനുപ്പന് പുറത്ത് പാടാ. സനുപ്പന് സനു പാടാ. അവിടെ ഇരുന്നോളുവോ അതോ ഫ്രണ്ടിൽ വരുന്നുണ്ടോ? ആ ഇനി അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ ഫ്രണ്ടിൽ കയറി. സനുക്കുട്ടാ ഇങ്ങോട്ട് നിങ്ങളുടെ സനു സിയ ഇങ്ങോട്ട് പാടാ. സനു ഇങ്ങോട്ട് നോക്കടാ. ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പാടെ മൂത്ത പെങ്ങൾ കുരിശത്താടെ വീട്ടിൽ പോവുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മോളുടെ അടുക്കലും പോകുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ അടുക്കൊക്കെ പിന്നീടേ പോകത്തുള്ളൂ. സുലുക്കുട്ടൻ ഞങ്ങളെ കടത്തി വെട്ടി മുമ്പിൽ കയറി. ബസ് 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 ഇവിടെ സ്ഥലമുണ്ട്. ഡിസംബർ 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കരുവാറ്റ ലീഡിംഗ് ചാനലിൽ സംഘടിപ്പിക്കുന്നു. സുലുവിന്റെ ഇളയ കൊച്ചാ. അത് വല്ലതും തിന്നണം. 2.25 വയസ്സായി. കുറച്ചും കൂടെ വളർന്നായിരിക്കും വലുതായാലും 6 മാസത്തിന്റെ ആളില്ല. 6 മാസത്തിന്റെ ആച്ചി അപ്പേ കണ്ടില്ലേ? എല്ലാവർക്കും അറിയാം. പറഞ്ഞിങ്ങോട്ട് വരാൻ നേരത്തെ അപ്പച്ചനെ വേണ്ടി പോവാണോ? പഴം കഴിക്കുവോ? പാപ്പാടെ സിസ്റ്ററാടാ. പാപ്പാടെ സിസ്റ്ററാ. കണ്ടോ വാപ്പാടെ സിസ്റ്ററായിട്ട്? എന്താ വാപ്പ എനിക്ക് വയ്യാഞ്ഞിട്ട് നോക്കി.
ഓ അത് വല്ലപ്പോഴും കാണുമ്പോഴല്ലേ ഹഗ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, പപ്പാടെ ആളുകൾക്ക് ആർക്കും തന്നെ വീഡിയോ എടുക്കുന്നതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. അതുപോലെ തന്നെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒന്നും അവർ പോസ് ചെയ്യത്തുമില്ല. മാക്സിമം അവർ ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മിക്ക വീഡിയോസിലും അവരെ കാണിക്കാത്തത്. അതെ, ഞാനൊരു കാര്യം ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിനോടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനോടോ ഒന്നും ഞങ്ങൾക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നല്ല ഉഷാറായിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുക. ഓ ഓ കുരിശത്തട മരുമോളാ കേട്ടാ, നാടവാ കുരിശപ്പ. സുമയ്യ ഓടി. ആ അതാ. അതെ, ഒരു വീഡിയോക്കകത്തില്ലേ. അയ്യോ ഒന്ന് ഷാഫി നിന്ന് കേട്ടോ, സത്യം കയറട്ടെ. എന്നാ നിങ്ങളെന്നാ ആരൊക്കെയാ അതിൻ്റെ അകത്ത്? എല്ലാരും എടുത്ത് അപ്പൊ അതാ കുരിശുമ്മ ഒന്ന് ചിരിക്കും. കുരിശുമ്മ ആൾക്കാർ ചോദിക്കും കുരിശുമ്മ ചിരിക്കത്തില്ല, അല്ല പലരും ഇതാള് ചോദിച്ചേ കുരിശുമ്മ ചിരിക്കത്തില്ല പറഞ്ഞ്. കുരിശുമ്മ മാത്രമല്ല ആങ്ങളെ എടുത്തെടുത്ത് മാമ എന്റെ മറിയോ എടുത്ത് കുലുസു ഇങ്ങോട്ട് നോക്കൂ. കുലുസു അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുലുസുമ്മാട മോളുടെ വീടാണ്, തൊട്ടടുത്താണ്. അപ്പൊ അവിടോട്ട് വന്നതാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. കേറിക്കേ. ഇവിടെ അടിയാണ്. എന്തുവാ മേടിച്ചു? ഇതാണ് ഞങ്ങളുടെ സായിദ കുരിശുമ്മയുടെ മോളാണ്. ആ ഷനുപ്പിനെ കൊതുക് തിന്നോടി. എന്റെ പൊന്നിന്റെ കവളയിലൊക്കെ കൊതുക് കടിച്ചു. നല്ല ഉഷ്ണവാടി ഇവനില്ലയോ. ആ പോട്ടെ, സാരമില്ല. എന്റെ പൊന്നിനെ കൊതുക് കടിച്ചു. ഞാൻ കണ്ടിട്ട് ഞാൻ ആ കൊതുവിനെ അടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അത് അങ്ങ് പറന്നുപോയി. ആച്ചിപ്പൊന്നാ പറഞ്ഞ കേട്ടോ, എല്ലാവരെയും പരിചയപ്പെടണം. നമ്മൾ അറിയാതിരിക്കരുത്. എവിടെയെങ്കിലും വെച്ച് കണ്ടാലും നമ്മുടെ ഇന്നാരാണെന്ന്. നിന്റെ പപ്പാച്ചിയും ശാലുവപ്പായും ഇല്ലേ, സിസ്റ്റർ അല്ലേ? വാപ്പാപ്പാടെ പെറ്റായിരുന്നു അവള്. വാപ്പാപ്പ കൊണ്ടു നടന്നതായിരുന്നു അവളെ. കുലുസത്ത ഇവിടെ ആയിരുന്നു. ഇപ്പം അങ്ങോട്ട് വന്നതേ ഉള്ളൂ. കുലുസത്ത രാവിലെ ഇങ്ങോട്ട് സായുധാടക്ക് വന്നതായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് കുലുസുമ്മ അങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പം ഇവിടെ എടുക്കെങ്കിലും ഒന്ന് കയറിയിട്ട് അങ്ങ് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാ. പിള്ളേർ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി എല്ലാവരെയും കാണണ്ടേ. ഇവിടെ കഥ പറച്ചിലുണ്ട്. എന്റെ കുഞ്ഞപ്പോ ഇതാരാന്നറിയുവോ? ഇവിടെ നമീബിയയിലും പോയോ? അത് പിന്നെ യൂറോപ്യൻ, ആഫ്രിക്കനാ.
സിംഗപ്പൂര് ഈശോയിലായിരുന്നു താമസിച്ചത്. സിംഗപ്പൂർ ഞാൻ 1 മാസം നിന്നുള്ളൂ, 2 മാസം നിന്നു. പക്ഷെ ജോലി റെഡി ആകുന്നതുകൊണ്ട് ഇന്ത്യക്കാർക്കും അല്ല അവിടുത്തെ മ്യാൻമാർ, മലേഷ്യ ഇനി കറങ്ങാൻ സ്ഥലങ്ങളൊന്നുമില്ലെന്ന് സാരം. അറിയാൻ പറ്റത്തില്ല. ഞാൻ മലേഷ്യയിൽ പോയിരുന്നു. ഞാൻ കോലാലംപൂരിൽ രാജ്യങ്ങൾ മൊത്തം കണ്ട് ചുരുക്കി പറഞ്ഞാല് 7 രാജ്യങ്ങൾ. 7 രാജ്യങ്ങൾ. 7 അല്ല, പോയത് പറയുകയാണെങ്കിൽ അത് കണ്ടിട്ടുണ്ടാവും. സാംബിയ, കെനിയ. ഇത്രയും സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സിംഗപ്പൂരായിരിക്കും അല്ലേ? ഇതുവരെ പോയിട്ടുണ്ടോ? സിംഗപ്പൂര് പോയിട്ടില്ല. സുലുക്കി അവിടെ 5 വർഷം എവിടെയാണ് സിംഗപ്പൂര്? 5 വർഷം നിന്ന് അവിടെ മുസ്തഫ സെന്ററിൽ വന്നിട്ടുണ്ട്. മുസ്തഫ സെന്റർ. അതിനടുത്ത് അടുത്തിട്ട് ഫെറൽ പാർക്കായിരുന്നു എന്റെ ഹോസ്റ്റ്. സ്കൂൾ വന്നിട്ട് വീട്ടിലാണ്. അപ്പോൾ നമ്മൾ സായിദാടക്ക് പിന്നെ നിസാറിനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പാനൂര് കടമ്പോലിലെന്നാണ് ഇവരുടെ വീട്ടുപേര്. കടമ്പോലിൽ മൂത്ത ആളിൻ്റെ വൈഫാണ് എൻ്റെ നാത്തൂന്. മുഹമ്മദ് മുസ്തഫ എന്ന് പറയും. ഫുട്ബോൾ കളിക്കാരനൊക്കെ ആയിരുന്നു. പ്രസിദ്ധമായ പേര് കേട്ട ഒരു കുടുംബമാണ് കടമ്പോലിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്ക് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.